ഡെവലപ്ഡ് കൺട്രീസിലും അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എപ്പോഴും ഇൻഡസ്ട്രി ആയിട്ട് ലിങ്ക്ഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എൻഗേജിങ് ആണ്. അപ്പോൾ ഇനി ക്രിയേറ്റീവ് എക്കണോമിയിലേക്ക് പോകുമ്പോഴും അതും ഒരു എമേർജിങ് മാർക്കറ്റാണ്, പുതിയൊരു മാർക്കറ്റ് തുടങ്ങുന്നതാണ്. മേ ബി ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ആർട്ട് എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൽ ഒരുപാട് കാലങ്ങളായിട്ടുള്ളൊരു സംഭവമായിരിക്കാം. പക്ഷേ ക്രിയേറ്റീവ് എക്കണോമി എന്ന് പറയുമ്പോൾ ആ ക്രിയേറ്റീവ് പ്ലസ് ഒരു എക്കണോമി പാർട്ട് വരുന്നുണ്ട്, അതൊരു ബിസിനസ് പാർട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇയേഴ്സ് ബാക്ക് when Thomas Isaac sir was finance minister of Kerala, അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ട് നമ്മൾ നോളജ് ഇക്കോണമിയിലേക്ക് മാറണം എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി ക്രിയേറ്റീവ് എക്കോണമി അലൈൻസ് വിത്ത് ദിസ് ഈ പറയുന്ന ഒരു നോളജ് ഇക്കോണമി. അതൊരു സബ്സെറ്റായിട്ട് ക്രിയേറ്റിവിറ്റിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇമാജിനേഷനാണ്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മളുടെ ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഈസ് വെരി ഗ്ലോബൽ. നമുക്കൊരു ഗ്ലോബൽ ഗ്രാമർ ഉണ്ട് ഈ കൾച്ചറൽ മിക്സ് ഉള്ളത് കൊണ്ട് തന്നെ. ഇപ്പം നമ്മൾ ഈ കൊറിയൻ ഡ്രാമ സീരീസ് അല്ലെങ്കിൽ BTS പോലത്തെ ബാൻഡുകളൊക്കെ ഉണ്ടാക്കുന്ന ഗ്ലോബൽ മാർക്കറ്റ് വാല്യൂ ഈസ് ഹ്യൂജ്. ഇപ്പോൾ നമ്മൾ ഡ്രാമ എന്ന് പറയുമ്പോഴും BTS എന്ന് പറയുമ്പോഴും ഇതൊക്കെ നമുക്കൊരു ട്രെൻഡായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. ശരിക്കും അതൊന്നും ഒരു ട്രെൻഡല്ല, അതൊരു മൂവ്മെൻ്റ് ആണ്. ഇത് വെരി വെൽ പ്ലാൻഡ് ആണ്. എപ്പോഴും മാനുഫാക്ചറിങ് യൂണിറ്റ്സിന് എന്ത് വേണം? ലാൻഡ് വേണം. കേരളം അങ്ങനെ വലിയൊരു സ്റ്റേറ്റ് അല്ല ഇൻ ടേംസ് ഓഫ് ലാൻഡ് ഏരിയ. അപ്പോൾ അതൊരിക്കലും നമുക്കിവിടെ അതേപോലെ കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ ഹനാൻഷാനെ എടുത്തു കഴിഞ്ഞാൽ ഹനാൻഷ പാട്ട് പാടുന്നുണ്ട്, ഹനാൻഷ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആളുകളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യുന്നത് ആ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിലൂടെ ആയിരിക്കാം. നമ്മളൊരു എക്സാമ്പിൾ പറയുന്നത് നമുക്കിപ്പോൾ എപ്പോഴും ആസ്പിറേഷനിലാവുന്ന ഒരു സിനിമയാണ് ശരിക്കും ലോക എന്ന് പറഞ്ഞൊരു മൂവി വരുന്നു. ഒരു 30 crore അറൗണ്ട് ബഡ്ജറ്റിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്നു. അവരൊരു 300 crore മാർക്കറ്റ് ക്യാപ്പ് അതിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ഇനി ലോക്കയുടെ അടുത്ത വേർഷൻസ് വരുമ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് 1000 crore അല്ലെങ്കിൽ 1500 crore മാർക്കറ്റ് ക്യാപ്പൊക്കെയാണ് ഓരോ മൂവിക്കും. അത് ബോക്സ് ഓഫീസ് കളക്ഷൻ അല്ല, അത് ഓരോ ഫിലിമിനെയും നമുക്ക് മേർച്ചൻഡൈസ് ആക്കി മാറ്റാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ പല രീതിയിൽ മേർച്ചൻഡൈസ് ചെയ്യുന്നത് പല രീതിയിൽ മോണിറ്റൈസ് ചെയ്യപ്പെടുന്നു. അതേപോലെ നമ്മുടെ ഫോക്ലോർ ശരിക്കും നമുക്ക് IPs ആക്കി മാറ്റാൻ പറ്റണം. അങ്ങനെയാണ് നമ്മൾ അതിനെ മോണിറ്റൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് സംഭവിക്കുന്നത്.